സാധാരണഗതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് BJP ഒരു കാര്യത്തിലും ഇടപെടുകയോ സംസാരിക്കുകയോ പ്രക്ഷോഭം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. കുറ്റവാളികൾക്ക് സംരക്ഷണ കവചമൊരുക്കാനാണോ BJP ശ്രമിക്കുന്നത്? CPM ചെയ്യുന്നത് പോലെ? അപ്പോൾ CPMഉം BJPയും തമ്മിലുള്ള ബാന്ധവമാണ് ഇവിടെ ഓരോ ദിവസം കഴിയും തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് അവസാനിക്കുന്നില്ല. ഈ അറസ്റ്റിൻ്റെ പരമ്പരകൾ തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇതുവരെയുള്ള വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അടുത്ത ഊഴം മന്ത്രിമാരിലേക്കാണ്. ഇനി മന്ത്രിമാരെപ്പോഴാണ് ജയിലിൽ പോകുന്നതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. സംസ്ഥാനത്തെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുള്ള അതീവ ഗൗരവകരമായ ഈ കേസ് ഇനിയും പല CPM നേതാക്കന്മാരുടെയും മുഖം മൂടി വലിച്ചു മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വന്നിരിക്കുന്നു. അന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞു മന്ത്രിമാരെ ചോദ്യം ചെയ്യണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ചോദ്യം ചെയ്യണം, ദേവസ്വം ബോർഡ് മെമ്പർമാരെ ചോദ്യം ചെയ്യണം, ഇതിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യണം. പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകട്ടെ, കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരട്ടെ. എത്ര ഉന്നതന്മാരാണെങ്കിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണെങ്കിലും അവരെല്ലാം നിയമത്തിന് മുമ്പിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടും. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാളെയാണ് നോമിനേഷൻ്റെ പിൻവലിക്കാനുള്ള അവസാന തീയതി. കേരളത്തിൽ ഏതാണ്ട് 2-3 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തിയ ഒരാളാണ് ഞാൻ, വിവിധ ഘട്ടങ്ങളിലായി. പക്ഷെ ഇത്തവണയാണ് ഏറ്റവും കുറഞ്ഞ റിബൽ ശല്യം UDFിലുള്ളത്. അത് ആശാവഹമായ ഒരു കാര്യമാണ്. ആരെങ്കിലും റിബലായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിശാല താല്പര്യത്തെ കണക്കിലെടുത്തുകൊണ്ടും കേരളത്തിലെ ജനങ്ങളുടെ ഈ ഭരണം മാറണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും അതിനനുസരിച്ച് റിബൽ സ്ഥാനാർത്ഥികളായി നിർത്തിയ ആളുകളെ പിൻവലിപ്പിക്കാൻ ശ്രമിക്കണം. അവരോട് എനിക്ക് പറയാനുള്ളത്, നാളെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ടി നടപടിയിലേക്ക് പോകേണ്ടി വരും. അതുണ്ടാകാതെ റിബലായി കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവർ പിൻവലിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.